അസ്സലാമു അലൈക്കും. നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് ജനാബ് കലാം പാഷ അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ തിരക്കുകൾക്കിടയിൽ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദീനീ സേവനത്തിന് കിട്ടുന്ന വേദികളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം. ഏറെ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈയൊരു സദസ്സിൻ്റെ പ്രത്യേകതയും ഈ സദസ്സിൽ നാം ഈ കുടുംബസംഗമത്തിന് തിരഞ്ഞെടുത്ത വിഷയത്തിൻ്റെ പ്രാധാന്യവും ഈ കാലിക സാഹചര്യത്തിൽ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ മതത്തിൻ്റെ കാഴ്ചപ്പാട് കൃത്യമായി അപഗ്രഥിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ സാദരം നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, വിശ്വാസിനികളെ, പത്ത് മുതൽ 12 വരെ ഉള്ള സമയമാണ് എനിക്ക് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത്. പകല് വേറൊരു ഫംഗ്ഷൻ എനിക്കുണ്ടായിരുന്നു. അവസാന നിമിഷമാണ് ഈ വൈകുന്നേരമാണ്, ഈവനിങ് 7 o'clock പരിപാടിയെന്ന് അവർ പറഞ്ഞത്. അതും ഞാനിത് പത്രത്തിൽ കണ്ടാണ് അറിഞ്ഞതും. വളരെ മുമ്പേ എൻ്റെ അടുത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ള സത്യമാണ്. പത്രത്തിൽ കാണുമ്പോഴാണ് ഒരു പരിപാടി 7 മണിക്ക്. എന്നിട്ട് ഞാനിവരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് സാറ് നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ, ധരിച്ചിരിക്കുമെന്ന് കരുതിയെന്ന്. ഈ ഒരു ക്യാമ്പയിൻ സംസ്ഥാനത്തുടനീളം നടക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. സമാനമായിട്ടുള്ള ക്യാമ്പയിനുകൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാലിക പ്രാധാന്യം ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എല്ലാ കാലത്തും ഡൈവേർട്ടഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരുപാട് സെക്ടേഴ്സ് പലതും ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം പക്ഷേ അങ്ങനെയുള്ള നൈമിഷികമായ വികാരങ്ങൾക്കടിപ്പെട്ട് ഉരുത്തിരിഞ്ഞുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വളരെ അല്പായുസ് മാത്രമേ ഉള്ളൂ. പലതും കാലവിനിയയ്ക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുമുണ്ട് പല പ്രസ്ഥാനങ്ങളും. യഥാർത്ഥത്തിൽ വിശ്വാസികളും ഭീകരതയും എന്ന് പറയുന്ന വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 2 സംഗതികളാണ്. ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല. പല ടെർമിനോളജി നമ്മൾ പല പ്രസ്താവനകൾ കേൾക്കാം. ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാമിക ഭീകരത. അപ്പോൾ ഇസ്ലാമിനോട് ചേർത്ത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത പല വാക്കുകളും യോജിപ്പിച്ച് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതിന് നമുക്ക് പൂർണ്ണമായിട്ടങ്ങ് തെറ്റ് പറയാനൊക്കുന്നില്ല അങ്ങനെ ആൾക്കാർ ധരിക്കുന്നതിൽ. കാര്യം ഒരു പരിധിവരെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്, അതിന് ഇടം കൊടുക്കുന്നുണ്ട് ഒരു പരിധിവരെ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 25 പ്രകാരം
ഫണ്ടമെൻ്റൽ റൈറ്റാണ് റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഇന്ത്യയുടെ ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഒരു മതേതര കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ള ഒരു രാജ്യം ജനിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. വേൾഡിൽ ഏറ്റവും കൂടുതൽ സമാധാനം ഇപ്പോൾ ഇസ്ലാം പുലർത്തി ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതൊരിക്കലും അതിശയോക്തിയല്ല. അതിൽ തന്നെ കേരളം എന്ത് മനോഹരമായ ഒരു ഭൂപ്രദേശം. ഇവിടെ ശരിക്കും തൗഹീദ് നന്നായിട്ട് പറഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ആ പ്രവർത്തനം ഇവിടെ നടക്കുന്നുമുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. എവിടെ തൗഹീദ് പ്രബോധനം നടത്തുന്നുണ്ടോ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 125 കോടിയിൽ പരം ആൾക്കാർ കൂടി ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹം. ആ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി പുലർത്തേണ്ട കൃത്യമായ നിലപാട്, ഒരു മധ്യമ നിലപാട്. മധ്യമം ആദർശത്തിലല്ല, ആദർശത്തിൽ കൃത്യത തന്നെ. ആ കൃത്യത പുലർത്തിക്കൊണ്ട് തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ അന്തസ്സായി ഒരു മുസ്ലിം ആയി ജീവിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ടായി കാണും, ഇല്ലെന്നല്ല, ഉണ്ട്, സ്വാഭാവികമാണ്. ഒരു കുടുംബത്തിൽ നമ്മൾ ഒരു വലിയ കുടുംബം നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. വേൾഡിൽ തന്നെ പോപ്പുലേഷനിൽ ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് രണ്ടാമതാണ് ഇന്ത്യ. ചൈനയെ റിലീജിയസ് വാല്യൂസ് ചൈനയിൽ എത്രത്തോളം ഉണ്ട് എന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ റിലീജിയസ് വാല്യൂസ് പുലർത്തി ജീവിക്കുന്ന ഇത്രയധികം ആൾക്കാരുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് കൺട്രി, റിലീജിയസ് വാല്യൂസ് പുലർത്തുന്ന കൺട്രി ഇന്ത്യയാണെന്ന് നമുക്ക് പറയാം. സ്വാഭാവികമാണ് ചെറിയ പ്രശ്നങ്ങൾ. അതൊന്നും വലുതായി കണ്ട് ഒരു ദീനിനെ കെട്ടിക്കുരുക്കി എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ഒരിക്കലും പോകേണ്ട ഒരു സ്ഥലമല്ല ഇന്ത്യ. അത് നമുക്ക് ധൈര്യമായിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. എല്ലാ സെക്ടറിലും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇസ്ലാം പുലർത്തി ജീവിക്കാൻ കഴിയും. ഇല്ലെന്നുണ്ടെങ്കിൽ സ്വയം പരിശോധനയ്ക്ക് വിധേയനാക്കണം. എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? അപ്പോൾ അതാണ് ഒരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ടത്. ആ ഒരു റൈറ്റ് മെസ്സേജാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നത്? അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക. ഒരു കള്ളിഷാപ്പിൽ ഒരു സുഹൃത്ത് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ കള്ളിഷാപ്പിൽ കയറിയിരുന്ന സുഹൃത്തുമായിട്ട് വർത്തമാനം പറയാനൊന്ന് ഇറക്കും നാച്ചുറലി. എന്താ കാര്യം? സ്വാഭാവികമായിട്ടും കള്ളിഷാപ്പിൽ നമ്മൾ കയറിയിട്ട് ഇറങ്ങി വരുന്നത് കണ്ടാൽ നാച്ചുറലി തെറ്റിദ്ധരിക്കും. കള്ളിഷാപ്പിൻ്റെ മുമ്പിലോ ഒരു മദ്യശാലയുടെ മുമ്പിലോ വണ്ടി പാർക്ക് ചെയ്യുന്നത് പോലും ആൾക്കാർ ഒന്ന് അറയ്ക്കും, ഒരു വിശ്വാസി ശരിക്കും. കാര്യം അവിടെ വണ്ടി കിടന്നാൽ ഒരു സംശയം. ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന പള്ളി ഒരു മദ്യശാലയോട് ചേർന്നാണ്. അപ്പോൾ എനിക്കങ്ങനെ ഇട്ടേ പറ്റുള്ളൂ, ഞാൻ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ കണ്ടു, ജഡ്ജിൻ്റെ കാറ് ബാറിൻ്റെ മുമ്പിൽ കിടക്കുന്നു. നാച്ചുറലി എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, സാറേ ഇങ്ങനൊരു പ്രശ്നമില്ലേ? ഞാൻ പറഞ്ഞു, ബാറും അടുത്തൊരു പള്ളിയും കൂടെ ഉണ്ടല്ലോ, ചേർന്നല്ലേ. ബാറ് മുമ്പ് വന്നതാണ്, അത് കാരണം ലോ പ്രകാരം ബാറിനൊന്നും ചെയ്യാനും ഒക്കില്ല. പള്ളി പിന്നെ കൊണ്ട് ബാറിനടുത്ത് വെച്ചാണെന്ന് ആരും പറഞ്ഞാലല്ലോ. ബാറ് കൊണ്ട് പള്ളിക്ക് ശല്യവുമില്ല. കുറച്ച് പേര് ബാറിലേക്ക് കയറുന്നു, കുറച്ച് പേര് പള്ളിയിലേക്ക് കയറുന്നു. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് ഉണ്ട്, ഇയാൾ എന്തുകൊണ്ടാണ് ബാറിൽ കയറാതെ പള്ളിയിൽ പോകുന്നത്? അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയാൽ അത് നമ്മുടെ ജീവിതം വഴി ഒരു മെസ്സേജ് കൊടുക്കുന്നേ. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നാം ഒരു മധ്യമ സമുദായമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിന്? അപ്പോൾ തകൂന ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളാകണം. ഒരു മുസ്ലിമിൻ്റെ ബാധ്യത, ഒരു ഭാരതീയ പൗരൻ്റെ, ഭാരതീയ മുസ്ലിം എന്ന് ഞാൻ വിളിക്കുന്നു ഇന്നത്തെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ബാധ്യത എന്ന് പറയുന്നത് ഈ സാക്ഷ്യമാണ്. എങ്ങനെ സാക്ഷ്യം വഹിക്കാൻ കഴിയും ഇന്ത്യയിൽ? നമ്മൾ കേരളത്തിലെ കാര്യം വിട്ടേക്കാം. കേരളത്തിലെ വളരെ മനോഹരമായ ഭൂപ്രദേശം. കേരളത്തിലൊരിക്കലും ഇസ്ലാം പുലർത്തി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിഡ്ഢിതമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നിരിക്കട്ടെ, അത് തന്നെ ഒരു അന്ധതയാണ്, വിശ്വാസ അന്ധത. അന്ധത കണ്ണുകൾക്കല്ല, ശരിക്കും ഹൃദയത്തിന് അന്ധത ബാധിക്കുക.
എന്നാണ് ഖുർആൻ പറഞ്ഞേക്കുന്നത്. ഈ അന്ധതയെക്കുറിച്ച് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അന്ധത വമൻ കാന ഫീ ഹാദിഹി അഅമാ വമൻ കാന ഫീ ഹാദിഹിൽ അഅമാ ഫഹുവ ഫിൽ ആഖിറതി അഅമാ വഅളല്ലു സബീല. ഇവിടെ അന്ധനായിട്ടുള്ള ആൾക്കാർ ആഖിറത്തിലും അന്ധനായിരിക്കും എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത ആളെക്കുറിച്ചല്ല. ഖുർആൻ്റെ തഫ്സീർ നമ്മൾ നോക്കുമ്പോൾ തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ, ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക. ഏറ്റവും ബെസ്റ്റ് കമൻട്രി ഖുർആനെ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. സെക്കൻഡ് ഗ്രേഡേ തഫ്സീറുൽ ഖുർആൻ ബിൽ ഹദീസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് 72-ാമത്തെ ആയത്താണെന്ന് എൻ്റെ ഓർമ്മ, സൂറത്തുൽ ഇസ്രാ. ഇവിടെ അന്ധതയുള്ളവൻ പരലോകത്ത് അന്ധനായിരിക്കും, ഏറ്റവും അങ്ങേയറ്റം വഴിപഴച്ചാനായിരിക്കുന്നു. അല്ലല്ലാണ് പറഞ്ഞത്. അതിനുശേഷം വേറൊരു ആയത്തിൻ്റെ ഒരു ഭാഗം കമൻറ്ററി പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയും എവിടാണ് അന്ധത. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത. വഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബ് ലദീ ഫീ സുദൂരി, നെഞ്ചിനകത്താണ് അന്ധത, ഹൃദയത്തിന് അന്ധത. അപ്പോൾ നമ്മളൊരു സെറ്റായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഒരു സൈഡ് ഒന്നും കാണുന്നില്ല, നമ്മൾ കാണുന്ന വഴി തെറ്റിപ്പോയി. എനിക്ക് ഇവിടുന്ന് എറണാകുളത്ത് പോകണം, എനിക്ക് പല വഴികളുണ്ട്. എൻ്റെ ഇടുങ്ങിയ ചിന്താഗതി, എൻ്റെ ദൗർബല്യം കാരണം ഞാൻ ഒരു വഴി, വളഞ്ഞ വഴി മാത്രമേ കാണൂ. ഞാൻ കഷ്ടപ്പെട്ട ആ വഴി കൂടെ സഞ്ചരിച്ചിട്ട് നേരെ സഞ്ചരിക്കുന്നതിനെ ഞാൻ ആക്ഷേപിക്കുക. എന്തൊരു മൗഢ്യമായിരിക്കും നിങ്ങൾ ആലോചിച്ചു. ആ കുലൂബിന് അന്ധത വ്യാപിച്ചവരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നു, സൂറത്തുൽ ഹജ്ജ് 46-ാമത്തെ ആയത്ത്. അവർ നേർവഴി കാണുന്നവരല്ല. ആ ഒരു കണക്ഷനല്ല ഞാൻ പറഞ്ഞത്. അളല്ലു സബീല, ഏറ്റവും വഴിപിഴച്ചു പോയി. മുസ്ലിം യഥാർത്ഥത്തിൽ നെഞ്ചിൽ രോഗമുള്ളവരാണ് വഴിപഴിച്ചവർ. നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെ? യഥാർത്ഥത്തിൽ സമൂഹം ഉണരേണ്ട സമയം, വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം. അതാണ് ഞാൻ പറഞ്ഞത്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നമ്മൾ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം, ഇസ്ലാം ഇൻ കേരള എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരു റിസർച്ച് തീസിസ്. ഡോക്ടർ അബ്ദുൽ സമദ്, അദ്ദേഹം എൻ്റെ ബ്രദറിലായാണ്, എൻ്റെ സഹോദരി ഭർത്താവാണ്. വളരെ കാലം മുമ്പ് പ്രസിദ്ധീകരിച്ചൊരു ബുക്കാണ്. ഐക്യസംഘത്തിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനവും ഐക്യസംഘവും അതിനെ തുടർന്നുള്ള ഇസ്ലാമിക ചരിത്രം കൃത്യമായിട്ട് ഓരോ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടത്, അതിൽ വിഭജനം. അതിന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിഭജനങ്ങളായി കേരളത്തിൽ. ഈവൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭജിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനങ്ങൾ 1, 2, 3 വിഭജിക്കുന്നു. ഈവൻ അതിനിടയ്ക്ക് വേറെ വിഭജനം ഉണ്ടാകുന്നു. ഈ വിഭജനങ്ങളൊന്നും ആ ബുക്കിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഹിസ്റ്ററി എടുത്ത്, ഇസ്ലാമിക് ഹിസ്റ്ററി, കേരളത്തിലെ ഇസ്ലാമിന് കേരളമാണ് ഞാൻ പറഞ്ഞത്, വെച്ച് നോക്കുമ്പോൾ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് പക്ഷേ യഥാർത്ഥത്തിൽ സാമൂഹിക ഉന്നതിക്ക്, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം 1950 വരുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ 60, 65, 66 കൊല്ലമായിരിക്കുന്നു. ആ ഡിഫറൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും അതിശയം തോന്നും. കാര്യം ആ നേരത്തെ ഉണ്ടായിരുന്ന ആ സിസ്റ്റം എതിർക്കപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രധാനമായിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ, പക്ഷേ ഈ സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ ആചാരത്തിലും അനുഷ്ഠാനത്തിലും മാത്രം ഒതുങ്ങിക്കൂടിക്കൊണ്ട് നിന്ന പ്രസ്ഥാനങ്ങളെ ഒരു സാമൂഹിക കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിക്കാൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു മധ്യമ സമുദായം, കദാലിക ജഅൽനാക ഉമ്മത്തൻ വസതൻ, ആ വസതൻ മധ്യമം എന്നുള്ളത് ഇനാക്റ്റീവ്നെസ് അല്ല, ഇനാക്ഷൻ അല്ല. വെൻ സംതിങ് ഈസ് ഇൽ ഡൺ, സൈലൻസ് ഈസ് സിൻ. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ മൗനം പാലിക്കുന്നതും കുറ്റമാണ്. എവിടെ ഇടപെടണം? ഒരു റസൂലിൻ്റെ അടുത്ത് സ്വലം സഹാബത്തൊരിക്കൽ ചോദിച്ചു. സഹാബത്തിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവനെയും ആക്രമിക്കുന്നവനെയും നിങ്ങൾ സഹായിക്കുക. അപ്പോൾ സഹാബത്ത് റസൂലിൽ ചോദിച്ചു, റസൂലെ ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി, ആക്രമിക്കപ്പെടുന്നവൻ സഹായമർത്ഥിക്കുന്നു, പക്ഷേ ആക്രമിക്കുന്നവനെ ഞങ്ങളെങ്ങനെ സഹായിക്കും? അപ്പോൾ റസൂൽ പറഞ്ഞു, അവനെ തടയലാണ്, അക്രമത്തിൽ നിന്ന് തടയലാണ്. കാരണം അവൻ്റെ സ്വന്തം നഫ്സിനോടാണല്ലോ കുറ്റം ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി, മോശമായ പ്രവൃത്തി നടക്കുമ്പോൾ അതിനെ വിലക്കൽ. കുന്തും ഖൈറ ഉമ്മത്തിൻ പറഞ്ഞല്ലോ, എന്തിനാ തൻഹൗന അനിൽ മുൻകർ, തടയുക. ആ ഇവിടെ ഇപ്പം നടക്കുന്ന തഅ്മുറൂന ബിൽ മഅറൂഫ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത്. നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടെ നിന്നാൽ അതിൻ്റെ പ്രതിഫലം നമുക്കും കിട്ടും.
നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ത് പരിപാടിയുണ്ടോ ജോയിൻ ചെയ്യും. അപ്പം അതിനകത്ത് ഇമേജ് നോക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. ആരെയാണ് ഭയക്കുന്നത്? നിങ്ങൾക്ക് അള്ളാഹയല്ലേ ഭയക്കാനുള്ളൂ, തെറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മധ്യമ സമുദായം എന്ന് ഞാൻ പറഞ്ഞത് ഇനാക്റ്റീവായിട്ട് എന്ത് കേട്ടാലും മിണ്ടാതിരിക്കുന്ന സമൂഹം എന്നല്ല, ഉത്കൃഷ്ട സമൂഹം. പക്ഷേ നിലപാടിൽ ഒരിക്കലും എക്സ്ട്രീമിസം ഇല്ല. ഇസ്ലാം ഒരിക്കലും കർക്കശമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധമില്ല. നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടി ഒരു സംഘമാക്കി കാണിക്കാമെന്ന് അള്ളാഹ് ആരെയും ഏൽപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ഇങ്ങനൊരു ചര്യ നമ്മൾ രൂപപ്പെടുത്തിയാലോ, ഇതിനൊരു ചര്യ രൂപപ്പെടാൻ അനുവദിച്ചാലോ വളരെ ഭീകരമായിരിക്കും. അതെന്താണ് ഭീകരം? ആക്ച്വലി നമ്മൾ പറഞ്ഞു പോകുന്നത് ഭീകരമായിരിക്കുമെന്ന്. ഭീകരത അങ്ങനെയാണ് വരുന്നത്, ഇല്ലാത്ത നടപടിക്രമം. ഈ സൂറത്തുൽ ഇസ്രായിൽ തന്നെ അള്ളാഹ് പറയുന്നു, സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ വലാ തജിദു ലിസുന്നതിനാ തഹ്വീല. റസൂലേ, താങ്കൾക്ക് മുമ്പ് നാം അയച്ച പ്രവാചകന്മാരുടെ ചര്യയുണ്ട്. വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, അതിൽ നിന്ന് മാറ്റമൊന്നും താങ്കൾ കാണില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച വഴിയിൽ കൂടെ അല്ലാതെ സ്വർഗം നേടാമെന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി എന്നാളെ വിളിക്കാനൊക്കില്ല ധരിക്കുന്നുണ്ടെങ്കിൽ ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അയാൾ? അപ്പോൾ നമുക്ക് മാർഗം കൃത്യമായിട്ട് കാണിച്ചു തന്നപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തെ സംബന്ധിച്ചുള്ള നിലപാട് കൃത്യതയാണ്, അവിടെ ചാഞ്ചല്യമൊന്നുമില്ല. ആറ്റിറ്റ്യൂഡിലെ ചേഞ്ചാണ് വേണ്ടത്. അതാണ് ഹൃദയത്തിൽ അന്ധത എന്ന് പറയുന്നത്. എന്ത് മനോഹരമായ പ്രയോഗം! ഹൃദയത്തിൽ അന്ധത വ്യാപിച്ചു വരുന്നു ഖുർആൻ പറയുന്നു. എന്നിട്ട് ഹൃദയത്തിൻ്റെ രോഗം ബാധിച്ച പരിഹാരമോ? പരിഹാരം ഖുർആൻ തന്നെ നിശ്ചയിക്കുന്നു. ഖുർആൻ തന്നെ നിർദ്ദേശിക്കുന്ന പരിഹാരം, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതകും മൗഇദത്തും മിർ റബ്ബിക്കും ശിഫാഉൻ ലിമാ ഫീ സുദൂർ. യാ അയ്യുഹന്നാസ്, വിശ്വാസികളെ നല്ല വിളിച്ചത്, അവിടെ ജനങ്ങളെ എന്നാണ് വിളിച്ചത്. നിങ്ങൾക്ക് ഉപദേശം ഇറങ്ങിയിരിക്കുന്നു, സദുപദേശം ഇറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്. നെഞ്ചിന് രോഗം ബാധിച്ചവൻ ഖുർആനിലേക്ക് മടങ്ങട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമ്മളിവിടെ ഒന്നിക്കുന്നത് ഖുർആനാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത്. ഖുർആനിലേക്ക് ഒരാൾ മടങ്ങിയാൽ, ഖുർആൻ സ്റ്റിക്ക് ഓൺ ടു ദ ഖുർആൻ, ദെയർ ഈസ് ദ പ്രോബ്ലം. ഷിഫയാണ് ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാ, റഹ്മത്ത്. ഷിഫയും റഹ്മത്തുമാണ് വിശ്വാസിക്ക് ഖുർആൻ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടീഷൻ വിശ്വാസി. എന്നിട്ടും അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, നിങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ നെഞ്ചങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇറങ്ങിയിരിക്കുന്നു. മാനുഫാക്ചറിലേക്ക് തിരിയുക. ഇപ്പോൾ BMW കാറാണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും BMW ഓതറൈസ്ഡ് ഡീലറെടുത്ത് പോയി ശരിയാക്കും. ടാറ്റയുടെ ആണെങ്കിൽ ടാറ്റയുടെ ഷോറൂം പോവും. സ്വന്തമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ എങ്ങോട്ട് തിരിയണം? മാനുഫാക്ചർ അടുത്ത് തന്നെ പോ. നിനക്ക് മാനുഫാക്ചറുടെ കറക്റ്റ് ലെറ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, നീ ഖുർആനിലേക്ക് തിരിയേ. സ്റ്റിക്ക് ഓൺ ടു ഖുർആൻ. അത് അല്പജ്ഞാനമായിട്ടുള്ള അപകടം. മുറിവൈദ്യനെ ആളെ കൊല്ലും നമ്മൾ കേട്ടിട്ടില്ലേ? മാത്രമല്ല, പിശാച് മനുഷ്യനെ ഇളക്കിവിടും. ചെറിയ ജ്ഞാനം കൊണ്ട് നമുക്ക് ഇളക്കം തോന്നും, നമ്മൾ വലിയൊരാളാന്ന് തോന്നും, ഞാനൊരു വലിയ സംഭവമാണ് എന്നെനിക്ക് തോന്നിയ എൻ്റെ കാര്യം അതോടെ അവസാനിച്ച്. നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. എന്തെങ്കിലും നമുക്ക് അറിവിൻ്റെ ഒരു അംശം കിട്ടിയാൽ നമുക്ക് അഹങ്കാരം പിശാച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തോ ചെയ്യണം? വീണ്ടും മാനുഫാക്ചറിലേക്ക് മടങ്ങ്. അള്ളാഹിൽ ശരണം തേടാൻ അള്ളാഹു പറയുന്നു. പിശാചിനെ കൂടെ ആരത് പറയുന്നു? പ്രവാചകൻ്റെ റസൂലിൻ്റെ അടുത്താണ് പറയുന്നത്. അല്ലാത്ത ഭാഗത്ത് പറയുന്നു, നീ ചാഞ്ഞു പോകുമായിരുന്നു, ഞാൻ നിനക്ക് ഇസ്തിഖാമത്ത് തന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ നിന്നെ ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ. അതാണ് ഇസ്തിഖാമത്ത് കിട്ടാൻ. ആ ഇസ്തിഖാമത്ത് ഉറപ്പ് വേണം മനുഷ്യന്. അവിടെ ആട്ടമൊന്നുമില്ല, നിലപാടിൽ കൃത്യതയാണ്, അവിടെ വെള്ളം ചേർക്കലൊന്നുമില്ല. ഈ എല്ലാത്തിനും അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡൊന്നുമില്ല. അതൊന്നും ഇസ്ലാം ഒരിക്കലും ഒരു വിശ്വാസിയുടെ ആവശ്യപ്പെടുന്നില്ല. നീ വളരെ ദുർബലനാ, വിശ്വാസ ദൃഢതയുള്ളവനായിരിക്കണം. അതാണ് വിശ്വാസി എന്ന് പറയുന്നത്. വിശ്വാസി സമൂഹത്തിന് വേണ്ടത് ദുർബലരെയൊന്നുമല്ല, നിലപാടിൽ കൃത്യതയും ക്ലിപ്തതയുമുള്ള ആൾക്കാരെയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഏത് തുറയിൽ വർക്ക് ചെയ്യുന്നോ എന്നൊന്നും യാതൊരു പ്രശ്നമല്ല. അല്ലെന്ന് നമുക്ക് പ്രവൃത്തിയിൽ നമുക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കാനൊക്കും. അത് സാക്ഷ്യം വഹിക്കലാണ്. അതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ യകൂന റസൂൽ അലൈക്കും ഷഹിദ, റസൂൽ സത്യത്തിന് എങ്ങനെ സാക്ഷിയായി, നീ അതുപോലെ ജനങ്ങൾക്ക് സാക്ഷിയാവ്. ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ഒരാൾ എങ്ങനെ മറ്റൊരുത്തിനെ ഉപദ്രവിക്കും? റസൂലിനെ ആൾക്കാരെന്ത് ഇഷ്ടപ്പെട്ടു? റസൂലിനെ ആർക്കും വെറുപ്പായിരുന്നില്ല നമ്മൾ അറിയുന്നു. നമുക്ക് എത്രയോ ശത്രുക്കളുണ്ട്, നമ്മൾ വെറുക്കുന്നുണ്ടോ? ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യാനുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടണം. ഒരു വിശ്വാസിയെ അവൻ്റെ ചുറ്റുമുള്ളവർ ഇഷ്ടപ്പെട്ടിരിക്കണം. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ തിരിഞ്ഞു നോക്ക്, നീ കറക്റ്റ് ചെയ്യ്. നീ തിരിച്ച് ഹാസിബു കബലൻ ഹാസബു എന്ന് പറഞ്ഞില്ലേ? നീ നിന്നെ സ്വയം ഒന്ന് വിചാരണ ചെയ്യ്. എന്താണ് എൻ്റെ പാളിച്ച, എൻ്റെ ഷോർട്ട് കമ്മിങ് എന്താണ്? ഞാനത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തവൻ, സ്വയം വിചാരണ ചെയ്യാത്തവൻ,
സ്വയം വിമർശനം ഇല്ലാത്തവൻ അബദ്ധത്തിൽ ചാടും. നാച്ചുറലി എപ്പോഴും സെൽഫ് ക്വസ്റ്റ്യനിങ്, ഇൻറ്റേർണലായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിങ്, രണ്ട് മനസ്സുകൾ നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ, സംശയം ഉണ്ടെങ്കിൽ പോലും തെറ്റാന്നല്ലേ, എന്തിനങ്ങനെ പോന്നു? പക്ഷേ ആർജവത്തോടുകൂടി എണീച്ച് നിൽക്കാൻ കഴിയണം. അങ്ങനെയുള്ളവരൊക്കെ ദൈവത്തെ പറഞ്ഞിട്ടുള്ളൂ. തൗഹീദ് പറയണോ, ആർജവത്തോടെ നിൽക്കാൻ കഴിയണം. അതാണ് പറഞ്ഞത് ഇന്നല്ലതിനേക്കാളും റബ്ബുനല്ലാ എന്ന് എൻ്റെ റബ്ബ് അള്ളായാണെന്ന് പറയണമെങ്കിൽ അയാൾക്കുള്ളിലൊരു ഫയർ ഉണ്ടാവണം. ആ ഫയറാണ് വളർത്താൻ ഇവിടെ ശ്രമിക്കേണ്ടത്. അതില്ലാത്തവൻ അത് പറയാനൊക്കില്ല. ഇത് റസൂലിൻ്റെ പ്രബോധനത്തിൻ്റെ ഖുർആൻ അവതരിച്ച് ആദ്യം തന്നെ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈൽ, നീ എണീറ്റ് നമസ്കരിക്ക്. എന്തിന്? നാളെ ജനങ്ങളുടെ മുമ്പിലേക്ക് നീ ഇറങ്ങുമ്പോൾ നിനക്ക് ധൈര്യം കിട്ടണം. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യമാവണം. അതിനൊക്കെ സെൽഫ് പവർ റസൂലിന് നിർബന്ധമായിരുന്നു, നമുക്കറിയാം. എന്നിട്ട് പോലും പറഞ്ഞു അതിനെ കഴിഞ്ഞ് അല്പം നീ നമസ്കരിക്ക്. എല്ലാ കലയില പിന്നെ കുറച്ച് കിട്ടാണ് ആയത്തുകൾ, കുറച്ചുകൊണ്ട് നമസ്കാരം അല്പസമയം ഒഴിച്ച് ബാക്കി രാത്രി നമസ്കരിക്ക്. ആ തഹജ്ജുദിൻ്റെ ആയത്തുകൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ മാസ്മരികമായിട്ടുള്ള ആയത്തുകൾ തഹജ്ജുദ് സൂറത്തിൽ ഇസ്രായിൽ തന്നെ കിടക്കുന്നു. എന്ത് രസകരം ആലോചിക്കുമ്പം സാധാരണ നീ കുറച്ച് കൂടുതൽ നിന്നെ സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ അനുഭവസ്ഥൻ ഒരാൾ പറഞ്ഞു, അദ്ദേഹം ജഡ്ജാണ്, വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, വലിയൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്നിധിഘട്ടം നേരിട്ടപ്പോൾ അതിനൊരു സഹായം ഒരു ഭാഗത്തുനിന്നുണ്ടായി. അപ്പം ഞാൻ അദ്ദേഹം ചോദിച്ചു, എന്തായാലും ഈ പ്രശ്നം പരിഹരിച്ചു, താങ്കൾക്ക് വലിയ ആശ്വാസം, റിലീഫായിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയാം, സാറേ പിന്നെ വെറുതെയാണോ തഹജ്ജുദ് വെറുതെയാണോ? തഹജ്ജുദിൽ അല്ലാഹ് പറയുന്നു സുൽത്താനൻ നസീറ, നിനക്കതൊരു സഹായം അല്ലാഹ് ഏർപ്പെടുത്തി തരും. ഈ സഹായം ഏർപ്പെടുത്തുക റസൂലിന് മാൻഡറ്ററി ആയിരുന്നു. തഹജ്ജുദ് നമുക്കറിയാം ഫറലായിരുന്നു. അപ്പോൾ ഇതൊക്കെ വിശ്വാസിയെ മാനസിക കരുത്താർജിപ്പിക്കുക. എങ്ങനെ? അവൻ്റെ നാഥനുമായിട്ടുള്ള നേരിട്ടുള്ള മുനാജാത്തിലൂടെ വിശ്വാസിക്ക് കരുത്ത് വർദ്ധിപ്പിക്കുക, അവൻ്റെ ഉള്ള് കത്തിച്ച് ശുദ്ധമാക്കുക. ശരിക്കും ആ ഫയർ അണയാൻ പാടില്ല, ഒരു വിശ്വാസിക്ക് അണയാൻ പാടില്ല. അവനൊന്നും ആടത്തില്ല, അവിടെ ഒന്നും തെറ്റുന്ന പ്രശ്നം ഇരിക്കുന്നില്ല. അവനെ ഒന്നും നടന്ന് നീ അവിടെ പോലെ ഇവിടെ പോലെ എന്ന് പറയേണ്ട കാര്യമില്ല. അവൻ്റെ സ്വന്തം മനസ്സ് നഫ്സ് അവനോട് മന്ത്രിക്കും, നീ അപകടത്തിലാണ്, നീ അതിൽ പോരുതെന്ന്. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത്. അപ്പോൾ അതുകൾ വിശ്വാസികളെ ഭിന്നിക്കാൻ പാടില്ല, വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം. നമ്മളതിനകത്ത് സംഘടനയോ, ഇപ്പം ഞാൻ ഈ പറയുന്ന ഒഫീഷ്യൽ സംഘടനയെയും മടവൂർ ഗ്രൂപ്പിൻ്റെ സംഘടനയുടെയും ഈ പറഞ്ഞ മൂന്നാമത്തെ സംഘടനയും ഒക്കെ മീറ്റിങ്ങിന് ഞാൻ പോകാറുണ്ട്. അപ്പോൾ രസകരമായിട്ടുള്ളൊരു വസ്തു കണ്ടേക്കുന്നത്, ചിലർക്ക് ഭയമാണ് അടുത്ത മീറ്റിങ്ങിന് വരാൻ. ഒരു ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിന് ഭയം, എന്നെ കണ്ടാൽ മറ്റൊരെന്തോ പറയുമെന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അവർ നല്ല കാര്യമാണ്, കാരണം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭിന്നിച്ചും പ്രവർത്തിക്കുന്ന നല്ലതാണ്. പക്ഷേ കോമണായിട്ട് യോജിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി എന്ന് പറയും. നമ്മൾ വിയോജിക്കാനായിട്ടൊരു യോജിപ്പ് വേണ്ടേ? അതല്ലേ പറഞ്ഞേക്കുന്നേ? അള്ളാഹ് പറഞ്ഞിട്ട് നിങ്ങൾ ഭിന്നിക്കരുത്, പാർശ്വത്തിൽ പിടിച്ചോ നീ പോവല്ലേ, ഭിന്നിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ ഭിന്നത എല്ലാം അള്ളാഹയുടെ മാർഗത്തിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് പ്രവർത്തിക്കാം. സംഘടനയിൽ പ്രവർത്തിച്ചാൽ കുഴപ്പമാണ്, ഒരു സംഘടനയിൽ അംഗമായിപ്പോയാൽ അത് പാടില്ല. സംഘടനയെ തനിയെ ഇങ്ങനൊരു പ്രവർത്തനം നടത്താൻ ഒക്കുമോ? ഇങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ എനിക്ക് തന്നെ നടത്താൻ ഒക്കുമോ? പോട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ നടത്താൻ ഒക്കുമോ? നമ്മൾ ആലോചിക്കുക. ഒരു സംഘമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നാച്ചുറലി കൂടുതൽ ആർജവം ഉണ്ടാകും, പ്രവർത്തിക്കും, കമ്മ്യൂണിക്കേഷൻ തമ്മിൽ പ്രവർത്തനം, കൂടുതലൊരു ഉത്സാഹം, ഊർജം, ഇതെല്ലാം നമുക്ക് കൈവരും. അപ്പോൾ ഈ സംഘടനയെ, ഒരു സംഘടനയിലെ ആൾക്കാർ വേറെ സംഘടന 2-3 പേര് ചെയ്യുന്നോ ചെയ്യട്ടെ, എല്ലാവരും ചെയ്യട്ടെ. വിശ്വാസ സമൂഹം ഒന്നിക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ എന്തുകൊണ്ടാണ്. ഇസ്ലാം ഇവിടെ കാണാൻ ബുദ്ധിമുട്ട്, നമുക്ക് ഇസ്ലാം ജീവിതത്തിൽ കാണാൻ ബുദ്ധിമുട്ട്. വീണ്ടും ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് സാക്ഷ്യമാണ്. ജനങ്ങൾക്ക് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അർത്ഥം ജനങ്ങളുടെ ലീഡർഷിപ്പാണ്. നമ്മുടെ കൂടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാൾ, ഏറ്റവും പ്രവർത്തനത്തിൽ സുതാര്യതയുള്ള ആൾ, യാതൊരു കളങ്കമില്ലാത്ത ആൾ, നല്ല ധൈര്യശാലി, സത്യസന്ധൻ, ആർജവമുള്ള ആൾ, ഇങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ ആര് നേതാവാക്കും? നാച്ചുറലി അയാളെ തന്നെ നേതാവാക്കും. അയാൾ ലീഡറായി മാറിയിരിക്കും. ഇങ്ങനെ നിയോഗമേൽപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു വാക്കാണ് നമ്മുടെ ഈ ഭീകരത എന്ന് പറയുന്നത്. കുട്ടി വായിക്കപ്പെടുന്നുണ്ട്, എനിക്കറിയാം. പലപ്പോഴും നമുക്ക് സത്യാവസ്ഥ അറിയില്ല. എന്തായാലും ശരി, ഈ ഒരു ഇതിനെതിരെ ഞാൻ പറഞ്ഞ പോലെ സൈലൻസ് സിന്നായി മാറുന്ന സമയത്ത്
സൈലൻസിനെതിരെ പ്രതികരിക്കാൻ ആർജവത്തോടുകൂടി സംഘടനകൾ ഇറങ്ങേണ്ട ഒരു കാലമാണിത്. ഇത് യഥാർത്ഥത്തിൽ താമസിക്കുകയെങ്കിലേ ഉള്ളൂ ഈ പ്രവർത്തനം, നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു വിശ്വാസികൾ മധ്യമ സമൂഹം ആറ്റിറ്റ്യൂഡാണെന്ന്. ഈ എക്സ്ട്രീമിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഒന്നിനും എനിക്ക് എല്ലാത്തിലും അതിരുകവിച്ചിൽ. ആ അതിരുകവിച്ചിൽ എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസത്തിൻ്റെ ഭാഗമല്ലല്ലോ. വിശ്വാസത്തിൽ അതിരുകവിച്ചിലില്ലല്ലോ. വിശ്വാസം ഒരിക്കലും പാലിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ദീൻ ഏറ്റവും പാലിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഏറ്റവും ടഫാണ് ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോയേ ദീൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒളിച്ചോടി പോകേണ്ട ഒരു കാര്യമല്ലല്ലോ. ദീൻ സുതാര്യമാണ്. ദീനിലെ കാര്യങ്ങൾ സുതാര്യമാണ്, രഹസ്യമൊന്നുമില്ല. മാത്രമല്ല നേർമയുള്ള ഒരു മനസ്സിനുടമയ്ക്ക് ഒരു വിശ്വാസിയാവാനൊക്കെ ഉള്ളൂ. ഉള്ളിലൊന്നും പുറത്തുമൊന്നും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് വിശ്വാസം ശരിയാവില്ല. അത് നമ്മൾ ഏത് ഹിക്കമത്തെന്ന് അതിനെ വിളിച്ചാലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഒരു തന്ത്രമാണെന്ന്. എന്ത് തന്ത്രം? പടച്ചവൻ മുമ്പിൽ എന്ത് തന്ത്രം? ആരെടുത്ത തന്ത്രം കാണിക്കുന്നേ? തന്ത്രം കാണിച്ച ആളിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇസ്ലാമിലേക്ക്? ഒരിക്കലുമില്ല. അങ്ങനെ വിളിച്ചാൽ ഇസ്ലാം ആകുമോ? ഒരിക്കലുമില്ല. പ്രേമിച്ച് ഇസ്ലാം ജിഹാദ് എന്താണ്? ലവ് ജിഹാദ് അല്ലേ? ലവ് ജിഹാദ്. പ്രേമിച്ചിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരിക അൺഹേർഡ് ഓഫ്. എവിടെ കേട്ടിരിക്കുന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്? ഒരിക്കലും പ്രവാചകനൊരു മാതൃക ആർക്കും കാണിച്ചു തന്നിട്ടില്ല. ആ യഥാർത്ഥത്തിൽ അത് പ്യൂർലി അബ്സേർഡാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കാർക്കും കാണാൻ കഴിയില്ല. ഒരു വിശ്വാസ സമൂഹത്തിനുള്ളിൽ നിൽക്കുന്നവർക്കറിയാം ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടോ, ഇങ്ങനെ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുപോവാ, പെണ്ണിനെയോ ചെറുക്കനെയോ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകും. അവർ ഇസ്ലാം ആവില്ലല്ലോ. ഇസ്ലാമിന് വേണ്ടത് ഈ ബലഹീനരെ അല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞേ, ആർജവമുള്ള ആൾക്കാരെയല്ലേ. അത് വേണമെങ്കിൽ ആറ്റിറ്റ്യൂഡിലെ ചേഞ്ചാണ് നോക്കേണ്ടത്. ഹൃദയത്തോടാണ് ഖുർആൻ സംവദിക്കുന്നത്. നാച്ചുറലി എപ്പോഴും പറയാറുണ്ട്, ഖുർആൻ ബുദ്ധിയോടല്ല സംവദിക്കുന്നത്, ഖുർആൻ ഹൃദയത്തോടാണ് സംവദിക്കുന്നത്. ഹൃദയത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാം മാറി. നേരത്തെ റസൂല് പറഞ്ഞല്ലോ 3 അക്ഷരമുള്ള ഒരു സാധനമുണ്ട്, അത് ശരിയാൽ മുഴുവനും ശരിയായെന്ന്. ആ ഹൃദയത്തിലെ ചേഞ്ച്, അന്ധത മൂലമാണ് നമ്മുടെ ഇടയിലുള്ള കുഴപ്പങ്ങളെല്ലാം വരുന്നത്. എന്തെങ്കിലും വൈകല്യങ്ങൾ എവിടുന്നെങ്കിലും അല്പവിശ്വാസികളുടെ ദൗർബല്യം കാരണം, പിശാചിളക്കി വിടുന്ന കാരണം എന്തെങ്കിലും ഒരു ചിന്ത അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്യൂറി ചെയ്യേണ്ടത് വിശ്വാസ സമൂഹത്തിൽ നിന്ന് തന്നെ കരങ്ങൾ വരണം. അത് തടയപ്പെടണം. ജനങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഇസ്ലാമിൻ എന്ന വാക്കിൻ്റെ കൂടെ ഇസ്ലാം സമാധാനത്തിൽ വളരേണ്ടതാണ്. ഇസ്ലാം ലോകത്ത് അവതരിപ്പിച്ച 5-ാം നൂറ്റാണ്ടിൽ യാതൊരു നാഗരികതയും നിലവിലില്ലാതിരുന്ന ഒരു കാലത്ത് ഖുർആൻ അവതരിക്കുമ്പോൾ ഉണ്ടായ മാറ്റം, സൂര്യൻ ഉദിച്ചു വിളക്കുകൾ അണയ്ക്കൂ എന്നാണ് ഖുർആൻ അവതരിച്ചാൻ പറഞ്ഞത്. എല്ലാ പ്രകാശത്തെയും അസ്തമിപ്പിച്ചുകൊണ്ട് മുഴുവൻ ബാക്കി എല്ലാ മെഴുതിരി വെളിച്ചങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. അതിനകത്ത് കംപ്ലീറ്റ് കോഡാണ് മനുഷ്യൻ്റെ. ഈ നിങ്ങളായിരിക്കുമോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ പറയുന്നു, We the people of India having resolved to constitute India a sovereign secular democratic republic etc. to secure justice, equality, liberty etc. ഇങ്ങനെ പോകുന്നു. ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെ മഹത്തായ ഒരു രാജ്യമായിട്ട് കൊള്ളുന്നു. എന്തൊക്കെ അപസ്വരങ്ങൾ ഉയർന്നാലും നമ്മൾ വേൾഡ് സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു കൺട്രിയിലെ ഏറ്റവും നമ്പർ 1 ആണ് ഇന്ത്യ. നമുക്കത് കണ്ണടച്ച് കാണാക്കത്തില്ല. വളർച്ചയും ഗ്രാഫും മുകളിലോട്ടാണ്. എന്തൊക്കെയായാലും ഗ്രാഫ് മുകളിലോട്ടാണ്. തൊട്ടടുത്ത പാകിസ്ഥാൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്യൂട്ടിഫുള്ളാണ്. പ്രിയാമ്പിൾ ഉറങ്ങുന്നത്. ഈ പ്രിയാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഫണ്ടമെൻ്റൽ റൈറ്റ്സൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവരും മതപ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും നടത്തി എല്ലാവരും അന്തസ്സായിട്ട് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ഈ അടുത്തിടെ നോക്കാനിടെ ഓർമ്മയെന്നാണ് പറയുന്നത്, The sovereignty over the entire universe is with the Almighty Allah. തുടക്കമാണ് പ്രിയാമ്പിൾ തുടങ്ങുന്ന ഒരു കൺട്രിയുടെ പ്രിയാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. The sovereignty over the entire universe is with the Almighty Allah. ലോകത്തിൻ്റെ നല്ല പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമാധികാരം അള്ളാഹ്ക്കാണ് സർട്ടിഫൈ ചെയ്തുകൊണ്ട്. എന്നിട്ട് ആൻഡ് ദി അതോറിറ്റി ഓഫ് പീപ്പിൾ ഓഫ് പാകിസ്ഥാൻ ടു ബി എക്സസൈസ്ഡ് വിത്തിൻ ദ ലിമിറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഹിം. പാകിസ്ഥാനിലെ ജനങ്ങളുടെ അധികാരം ഉപയോഗിക്കാനുള്ള അധികാരം വിത്തിൻ ദ ലിമിറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഹിം മീൻസ് അള്ളാഹ് നിശ്ചയിച്ച ലിമിറ്റിനുള്ളിൽ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള നടത്താനുള്ള അധികാരം ഈസ് എ സേക്രഡ് ട്രസ്റ്റ്. ഒരു വിശുദ്ധമായ ട്രസ്റ്റാണ്. എന്ത് മനോഹരമായ വാചകമാണെന്നറിയാം ഈ പ്രിയാമ്പിളുള്ള എന്നിട്ട് അതിനുശേഷം അതിനകത്ത് ജസ്റ്റിസ് വരുന്നു, ഫ്രീഡം വരുന്നു, മുഴുവൻ കാര്യങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ്, ബേസിക് എലമെൻറ്റ്സ് എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കുന്നു. ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നിലവിൽ വന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ നോക്കൂ. ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പം, ആർക്കും വിരോധം ഉണ്ടെങ്കിൽ പറയും അവൻ പാകിസ്ഥാനിൽ പോകേണ്ടവനാണെന്ന് പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്.
നാച്ചുറലി കേൾക്കുമ്പോൾ ഒരു ഈർഷ്യ തോന്നും. പക്ഷേ ആ പറയുന്ന എന്തുകൊണ്ട് പാകിസ്ഥാനെ എഴുത്തിയാണ് ആ പറച്ചിൽ. ആദ്യം അത് നമ്മളൊന്ന് തിരിച്ചറിയണം. പാകിസ്ഥാനിലേക്ക് ഒരുത്തം പോകാൻ പറഞ്ഞാൽ ആർക്കും പോകാൻ കൊള്ളാത്ത ഒരു രാജ്യമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. ഒന്നാന്തരം ഒരു ഭരണഘടനയുമായിട്ട് എന്തേ സംഭവിച്ചു? ഇന്ത്യയിൽ അവിടെയും ഇവിടെയും അങ്ങിങ്ങ അപസ്വരങ്ങൾ ഉയരുന്നതിനിടയിലും ഇന്ത്യ ലോകത്ത് തലയുയർത്തി നിൽക്കുന്നു. മതസ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ മാതൃക കാണിക്കുന്നു. നിങ്ങൾ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് തീർത്തോട്ടെ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തു പറ്റി? കാര്യം മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂ പാകിസ്ഥാൻ പാലിച്ചില്ല. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഇന്ത്യ പാലിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഇവിടെ പാലിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ തകർന്നു പോകും. ഇന്ത്യക്ക് നിലനിൽപ്പില്ല. പാകിസ്ഥാൻ തകർന്നു. ശരിക്കും ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഇടപെടാവുന്ന ഒരു സ്റ്റേജാണ് പാകിസ്ഥാൻ തകരാൻ കാരണം എന്ത്? ഇന്ത്യക്ക് ഒരു ദിവസം മുമ്പേ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ തകരാൻ കാരണം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ കീപ്പ് ചെയ്തില്ല. റിലീജിയസ് ബേസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അള്ളാഹിക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണം നിർവഹിക്കാൻ വന്നവരാരും ഈ തക്കുവ കീപ്പ് ചെയ്യുന്ന ഒരൊറ്റ ഭരണകൂടം അവിടെ ഉണ്ടായില്ല. ഈവൻ രാഷ്ട്രപിതാവ് തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രാഷ്ട്രപിതാവ് തൊട്ട് ഒട്ടും റിലീജിയസ് ആയിരുന്നില്ല. വന്ന ഭരണകൂടങ്ങളിലെല്ലാം അഴിമതി മുങ്ങിക്കുളിക്കുന്ന ഭരണകൂടങ്ങൾ. അഴിമതി അള്ളാഹ് അനുവദിക്കുമോ? എന്താ പറഞ്ഞത്? സോവറിനിറ്റി ഓവർ ദ എൻ്റയർ യൂണിവേഴ്സ് ഈസ് ഓൾമൈറ്റി അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ആ പ്രിയാമ്പിളും വെച്ചോണ്ട് തോന്നിവാസം കാണിച്ചാൽ എങ്ങനെ നടക്കും? അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ കീപ്പ് ചെയ്യാതെ, ഭരണഘടനാ മൂല്യം കാത്തു സൂക്ഷിക്കാതെ ആ രാജ്യം തകർന്നു. ഇന്ത്യ പറഞ്ഞേക്കുന്ന പ്രിയാമ്പിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് പലപ്പോഴും പലരും സംശയിക്കും. ഇവിടെ പ്രശ്നങ്ങൾ, അയ്യോ അവിടെ പ്രശ്നം. ഇതാ ഞാൻ പറഞ്ഞു 125 കോടി ചില്ലുവാനും ജനങ്ങളുണ്ടെന്ന്. ഈ ഭരണഘടനാ മൂല്യത്തിൻ്റെ കോർ വാല്യൂ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ഡിഫറൻസ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിയാമ്പിൾ, വാല്യൂസ് ഓഫ് പ്രിയാമ്പിളിൻ്റെ ഡിഫറൻസ് വെച്ച് പഠിച്ചിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ഇനി പറഞ്ഞ വാക്കുകൾ. എൻ്റെ അഭിപ്രായമല്ല. ഇന്ത്യയിൽ പോലും ബ്രിട്ടീഷ് ഭരണം തകരാൻ കാരണം ബ്രിട്ടീഷ് എംപയറുടെ വാല്യൂസ് കീപ്പ് ചെയ്യാതിരുന്നു. ലീഗൽ സർക്കിളിൽ നിന്നുള്ള ഡെഫിനിഷൻ. എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി? നമ്മൾ പറയും ഇവിടെ ഭരണഘടന, ഇവിടെ സമരം ചെയ്തു, കാര്യങ്ങളൊക്കെ ശരി. അത് സോഷ്യോളജിക്കൽ ആംഗിളിലുള്ള ഡെഫിനിഷൻ. പക്ഷേ ലീഗൽ ആംഗിളിൽ ഈ ബ്രിട്ടീഷ് ഭരണം ഇവിടെ എങ്ങനെ തകർന്നു എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം മൂല്യത്തകർച്ച. ബ്രൂംഫീൽഡ് എന്ന് പറഞ്ഞ ജഡ്ജ് ഉണ്ടായിരുന്നു. ഗാന്ധിജിയെ കൺവിക്ട് ചെയ്തു തെറ്റായിട്ട്. ഗാന്ധിജിയെ തെറ്റായിട്ട് കൺവിക്ട് ചെയ്തു. ഗാന്ധി സെഡിഷൻ രാജ്യദ്രോഹം എന്ന കുറ്റം ഗാന്ധിയുടെ മേൽ ആരോഗ്യപ്പെട്ടു ഒരു ആർട്ടിക്കിൾ എഴുതിയതിന്. ഗാന്ധിജിയുടെ എഴുതിയോന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗാന്ധിജി എഴുതിയെന്നേ പറയുള്ളൂ. ഞാൻ എഴുതിയതാണെന്നാണ് ഗാന്ധി പറഞ്ഞത്. അപ്പോൾ മിസ്റ്റർ ഗാന്ധി, യു പ്ലീഡഡ് ഗിൽറ്റി, നൗ വാട്ട് റിമെയിൻസ് ഇസ് ദ സെന്റൻസ്. ഗാന്ധി, താങ്കൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു, ഇനി സെന്റൻസ് മാത്രമേ ഉള്ളൂ. ജഡ്ജ് പറയാണ്, ബ്രൂംഫീൽഡ്, അഹമ്മദാബാദിലെ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ബ്രൂംഫീൽഡ് മുമ്പിൽ ഗാന്ധിജിയെ ഹാജരാക്കി. അതിനുശേഷം ഗാന്ധിജി മനോഹരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് ബ്രൂംഫീൽഡിൻ്റെ മുമ്പിൽ. താങ്കൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ താങ്കൾ റിസൈൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ മാക്സിമം ശിക്ഷ എനിക്ക് തരിക. ഒരു പ്രതി പറയാണ്, ഇപ്പം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏതെങ്കിലും പ്രതി ജഡ്ജിനെ മുഖത്ത് നോക്കി പറയുന്ന, എനിക്ക് നിങ്ങൾ പറയുന്നത് മാക്സിമം ശിക്ഷ ഒന്നി തരിക. യു ഹാവ് ഓൺലി 2 ഓപ്ഷൻ, ഏതർ ടു റിസൈൻ ഫ്രം യുവർ പോസ്റ്റ് ഓർ ടു ഗിവ് ദ മാക്സിമം പണിഷ്മെന്റ് ടു മീ. ഗാന്ധിജി പറഞ്ഞാണ്. കാരണം ഗാന്ധിജി ആടുന്ന പ്രശ്നമൊന്നുമില്ല, ഗാന്ധി ചെയ്തെന്ന് പറയും. പക്ഷേ ഗാന്ധിജി ചെയ്തത് രാജ്യദ്രോഹമായിരുന്നില്ല. ഫാക്ച്വലി ഗാന്ധിജി സമ്മതിച്ചു, പക്ഷേ ഗാന്ധി അത് രാജ്യദ്രോഹമല്ല. ബ്രൂംഫീൽഡ് ചെയ്യണമായിരുന്നു. താങ്ക് യു മിസ്റ്റർ ഗാന്ധി, യു ഹാവ് ഡൺ എ കറക്റ്റിംഗ്, വി വിൽ കറക്റ്റ് അവേഴ്സൽ. ഗാന്ധി എഴുതിയത് ബ്രിട്ടീഷ് മൂല്യങ്ങൾ, ബ്രിട്ടീഷ് എംപയറിൻ്റെ മൂല്യങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടം ഇവിടെ കാത്തു സൂക്ഷിക്കുന്നില്ല എന്നാണ് ഗാന്ധി എഴുതിയത്. ഗാന്ധി എഴുതിയത് വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ആർട്ടിക്കിളാണ്. അതിനകത്ത് മുസ്ലിം സോൾജേഴ്സിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധി എഴുതി, കറക്റ്റാണ്. പക്ഷേ എങ്കിലും എൻ്റെ കോർ നോക്കുമ്പോൾ, അതിൻ്റെ മൂലം നോക്കുമ്പോൾ ബ്രിട്ടീഷ് എംപയറുടെ വാല്യൂ ഇവിടെ കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് ഗാന്ധിജി എഴുതിയത്. അതുകൊണ്ടാണ് ബ്രൂംഫീൽഡ് തെറ്റുപറ്റി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോടതിയിലേക്ക് തെറ്റുപറ്റും, കോടതിക്ക് തെറ്റുപറ്റാറുണ്ട്. കോടതിയെല്ലാം ചെന്ന് ശരിയാവണമെന്നില്ല. കോർട്ട് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഡിസൈഡ് റോങ്ലി റൈറ്റ്ലി. കോടതിക്ക് തെറ്റായിട്ട് തീരുമാനിക്കാനും അധികാരമുണ്ട്, ശരിയായിട്ടും തെറ്റായിട്ട് തീരുമാനിക്കാൻ അധികാരമുണ്ടെന്നാണ് കോടതിക്ക്. ആൾക്കാർ കേട്ടാൽ ചെയ്യുന്നത് കോടതി തെറ്റായിട്ട് തീരുമാനിക്കുന്നത്. 65 റോങ് കൺവിക്ഷൻസ്, 65 തെറ്റായ കൺവിക്ഷൻസ് എന്ന് ഒരു അമേരിക്കൻ ഓതർ അമേരിക്കൻ കോടതിയെക്കുറിച്ച് എഴുതിയൊരു ബുക്കുണ്ട്. അതിനകത്ത് പകുതിയോളം ക്യാപിറ്റൽ സെൻറ്റൻസുകളാണ്, എന്നുവെച്ചാൽ വധശിക്ഷകൾ. 65 തെറ്റായ കൺവിക്ഷനുകൾ, അതിൽ പകുതിയോളം തെറ്റായ വധശിക്ഷകൾ. അത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു പോയത്. പലരും എക്സിക്യൂട്ട് ചെയ്യാൻ രക്ഷപ്പെട്ടു ഇത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്രൂംഫീൽഡിൻ്റെ കാര്യം ഒരു ഐസൊലേറ്റഡ് അല്ല, പക്ഷേ ബ്രൂംഫീൽഡ് എറർ എന്നാണ് അതിനറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ലീഗൽ ഡെഫിനിഷനാണ്.
ബാക്കിയുള്ളവർ സമരം ചെയ്യൂ, വെടികൊണ്ടു ഒക്കെ ഒരുപാട് മരിച്ചു, നമ്മളത് കാണാതിരിക്കുന്നില്ല. ലീഗൽ സർക്കിളിൽ നിന്ന് ഞാൻ പറഞ്ഞത് വാല്യൂസ് കീപ്പ് ചെയ്യുന്നതാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ, ബ്രിട്ടീഷ് എംപയറുടെ വാല്യൂ ഇവിടെ കീപ്പ് ചെയ്യാതെപ്പെടായപ്പോൾ ബ്രിട്ടീഷ് ഭരണം തകർച്ചയ്ക്ക് തുടക്കം. ദാറ്റ് ഈസ് ബ്രൂംഫീൽഡ് എറർ ബിഗിനിങ്. ഇവിടുത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് ഇവിടെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യ വലിയ രാജ്യമായിട്ട് നിൽക്കുന്നു. എപ്പോഴിവിടെ ഭരണഘടനാ മൂല്യം തകരുന്നോ ഇന്ത്യ തകരും. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് സെക്ടറിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, എന്ത് പ്രശ്നം ഉണ്ടായാലും റൈറ്റ് തിങ്കിങ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി വിൽ കം ഫോർവേഡ്. എല്ലാ സെക്ടറിൽ നിന്നും ഹിന്ദുസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മുസ്ലിംസിൻ്റെ ഭാഗത്തെല്ലാം ക്രിസ്ത്യൻസിൻ്റെ ഭാഗത്തിലും റൈറ്റ് തിങ്കിങ് ആയിട്ടുള്ള ശരിക്ക് ചിന്തിക്കുന്ന ആൾക്കാർ ഉടനെ ഏറ്റെടുത്ത് തെറ്റിപ്പോയെന്ന് പറയാറുണ്ട്. ഇവിടെ ആ ഒരു മനസ്ഥിതി ഇന്ത്യയിൽ നിലനിൽക്കാൻ കാരണം ഇവിടുത്തെ മനോഹരമായ ഭരണഘടനയാണ്. മനോഹരമായ ഭരണഘടന എന്ന് തന്നെ പറയണം. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും മാറ്റാനൊക്കില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊന്നും തൊടാനൊക്കില്ല. ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വിശ്വാസി ഭാഗ്യവാനെന്ന് ഞാൻ പറയും. എനിക്കത് സത്യം ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ. കാരണം ഇതിനെക്കാളും ബെറ്ററായിട്ട് ജീവിക്കാൻ പറ്റിയ ഏത് രാജ്യമാണ്? എത്രയോ പ്രശ്നങ്ങൾ. ഞാൻ അമേരിക്കയിലെ കാര്യം സൂചിപ്പിച്ചത് പറഞ്ഞ ഇടയ്ക്ക് വിട്ടുപോയതാ. അമേരിക്കയിൽ ഒരു പയ്യൻ്റെ ഇസ്മായിൽ എന്നാ തോന്നില്ല പേര്, ഒരു കുട്ടി ഒരു റേഡിയോ ഉണ്ടാക്കിയ ഒരു കുട്ടി 15 അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ബോയ് ഉണ്ടല്ലോ, പേര് ഞാൻ മറന്നു, ഇസ്മായിൽ എന്നാണ് എനിക്ക് തോന്നുന്നു. 15-year-old ബോയ് ഒരു റേഡിയോ ഉണ്ടാക്കിയിരുന്നു. ഒരു റേഡിയോ ഉണ്ടാക്കിയപ്പോൾ അത് ബോംബാണെന്ന് പറഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്തിട്ട് വലിയ ഇഷ്യൂ ആയി. അത് എന്നിട്ട് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് സമ്മാനം കൊടുക്കുകയും ഈ ഫാമിലിയെ ചെയ്യുകയും ക്ഷമ പറയുകയൊക്കെ ചെയ്ത സംഭവമുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കി പത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ഇന്നലെയാണ് അതറിയുന്നത്. ആ കുടുംബത്തിന് ആ രാജ്യം വിട്ടുപോകേണ്ടി വന്നു. ഇവിടെ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നില്ല. ഇത്രയും ചെയ്തിട്ട് തെറ്റിപ്പോയിട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുഴുവനും റെക്കഗ്നൈസ് ചെയ്തു, തിരിച്ചറിഞ്ഞു ഈ കുട്ടിക്ക് പറ്റിയ അപകടം. ആ നന്മ തിരിച്ചറിഞ്ഞിട്ടും ആ ഫാമിലിക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റിയില്ല. ആ ഫാമിലി അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. കമ്പൽഡാണ്. അതുപോലൊരു സിറ്റുവേഷൻ എന്തായാലും ഇന്ത്യയിലില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആലോചിച്ച് പോകുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ രാജ്യം കേരളം. എന്ത് മനോഹരമായ ഭൂമി, എന്ത് ഇസ്ലാഹി. ബാക്കിയുള്ള ഹിസ്റ്ററി നോക്കിയാലോ, ഇത്രയും കാലം തൊട്ട് ബാക്കി ആൾക്കാരെ സ്വീകരിച്ചിട്ടുള്ള രാജ്യം, സഹാബത്തിൻ്റെ ആൾക്കാർ. അതല്ലേ ഇവിടുത്തെ പാരമ്പര്യം. ശരിക്കും ഈ പറഞ്ഞ മലബാർ ലഹളക്കാലത്ത് അദ്ദേഹത്തെ കെ മൗലവിയൊക്കെ കൊടുങ്ങല്ലൂർ വന്നപ്പോൾ ശരിക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഹിന്ദു ഫാമിലിയാണ് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തത്. ഞാൻ ഹിന്ദുവിൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് തയ്യൽക്കുട്ടി മുസ്ലിയാരെ കൊണ്ടുപോകാൻ പറ്റൂ, കെ മൗലവിയെ കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ സൗഹാർദ്ദം നിലനിൽക്കാൻ എന്തൊക്കെ ചെയ്യാനൊക്കുമോ അത് എല്ലാം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിന് ഇത്തരം പ്രവർത്തനങ്ങൾ നാന്ദിയാവട്ടെ, അതിനിടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം ചെയ്ത ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഡോക്ടർ കലാം ബാഷയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.